സ്റ്റാർ വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ക്യാരറ്റ് ഇട്ട ഒരു ഉപ്പുമാവിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. അതിനായി റവ വറുത്തത് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ആവശ്യത്തിന് വെള്ളം എടുത്തിട്ടുണ്ട്. പച്ചമുളക് അരിഞ്ഞത്, ചെറിയ ഉള്ളി അരിഞ്ഞത്, കറിവേപ്പില, ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ്. ഇനി ഒരു ചീനിച്ചട്ടി അടുപ്പിൽ വെച്ച് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി വന്നതിന് ശേഷം നമുക്ക് കടുക് പൊട്ടിച്ച് കറിവേപ്പില, ചുവന്നുള്ളി, പച്ചമുളക് അരിഞ്ഞതൊക്കെ ഇട്ട് കൊടുക്കാം. അതെല്ലാം ഒന്ന് വാടി വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ഈ സമയം ലേശം ഉപ്പ് ചേർക്കാവുന്നതാണ്. ഉപ്പ് ചേർക്കുമ്പോൾ ക്യാരറ്റ് പെട്ടെന്നൊന്ന് വഴന്ന് വരും. ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പം ഏകദേശം നമ്മുടെ ക്യാരറ്റൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. നല്ലവണ്ണം ഒന്ന് സെറ്റായി വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന വെള്ളം ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചാൽ മതി. വെള്ളം അതിലൊഴിച്ച് നല്ലവണ്ണം ഒന്ന് തിളച്ച് വരണം. ഇത് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഉപ്പൊക്കെ കറക്റ്റാണോന്നൊന്ന് നോക്കാം. വെള്ളം തിളച്ച് വരുന്നുണ്ട്. വെള്ളം തിളച്ച് ഈ ഒരു പരുവത്തിനാവുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിമൊക്കെ ഒന്ന് കുറച്ച് കൊടുത്ത് ഇതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന തരി ഇട്ട് കൊടുക്കാം. തരിയെന്നും റവയെന്നൊക്കെ പറയും. അപ്പോൾ വറുത്ത് വെച്ചിരിക്കുന്ന റവ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഇളക്കി നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കി എടുക്കണം. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നല്ലവണ്ണം ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം. ഇല്ലെങ്കിൽ ഉപ്പുമാവ് കട്ട കെട്ടി പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നല്ല സോഫ്റ്റ് പൊടിയായിട്ടൊക്കെ വരാൻ വേണ്ടി നല്ലവണ്ണം ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം. ഇപ്പം നമ്മുടെ രുചികരവും ഹെൽത്തിയുമായ ക്യാരറ്റ് ഉൾപ്പെടുത്തിയിട്ടുള്ള റവ ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഉപ്പുമാവാണിത്. റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇതുപോലെ നല്ല സോഫ്റ്റ് പൊടിയായിട്ട് ഉപ്പുമാവ് ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വറുത്ത കടല ഇട്ട് കൊടുത്താൽ നല്ലതായിരിക്കും. ഉപ്പുമാവ് കഴിക്കുമ്പോൾ ഒന്ന് കടിക്കാനൊക്കെ കിട്ടും. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ സ്റ്റാർ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ.